ഗബ്രിക്ക് സ്ഥിരമുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്തവനെ ഉളുപ്പില്ലാത്തവളെ നിലവാരമില്ലാത്തവളെ ഇത് മാത്രമല്ലേ പറയുള്ളൂ. നിനക്ക് എന്ത് കളിക്കാനറിയാം, നിനക്ക് എന്ത് ഗെയിമാണ് അറിയാവുന്നത് എന്നുള്ള. കാരണം ഇവനാണ് ഭയങ്കര ഗെയിമർ എന്നാണ് ഇവൻ്റെ ഒരു വിചാരം. എന്താണേലും നൈസായിട്ട് പുറത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പരിപാടി മൂഞ്ചിപ്പോയേനേം, അത് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ അഖിൽമാരാർ ഒരു പുകിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഈ രണ്ടുപേരായിട്ട് വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വെളിയിൽ പോയിട്ട് ഇവൻ്റെ കാര്യം എന്താവുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുപോലത്തെ ആൾക്കാരൊന്നും ഇങ്ങനത്തെ പരിപാടികളിൽ വന്നിട്ട് ഇങ്ങനത്തെ വളിപ്പായി പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 19 ദിവസം നിന്ന് ഒരു 20,000 രൂപ ഒരു ദിവസം കിട്ടിയാലും ഒരു 10 ലക്ഷം രൂപ കിട്ടിക്കാണും. ഈ 10 ലക്ഷത്തോടെ ഇവൻ്റെ ജീവിതം കഴിഞ്ഞു. 1-2 കടയോ അതോ ഇതോ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചാലും അത് മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ മെയിനായിട്ട് ഇതിനകത്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാരെ വിളിക്കില്ല. ഇതുപോലത്തെ ആൾക്കാർക്ക് സിനിമ കിട്ടില്ല. ഇതുപോലത്തെ ആൾക്കാർക്ക് സിനിമ കിട്ടുകയാണെങ്കിലും ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയി പോകും. ഇതുപോലത്തെ ആൾക്കാരെ നല്ല റോളുകളിലേക്കൊന്നും ഇതാക്കില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അതായത് പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇന്ത്യയിൽ നമ്മളെ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്നതും